ഹലോ എവരിവൺ. നമ്മളിൽ പലരുടെയും ജീവിതത്തിന്റെയും സമയത്തിന്റെയും ഏറിയ പങ്കും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മൊബൈലിൽ സ്ക്രോൾ ചെയ്യുക എന്നുള്ളത്. ഒരുപാട് ഡേറ്റകൾ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടാറുണ്ടല്ലേ. അതിൽ തന്നെ പലപ്പോഴും പല പ്രയോജനമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ, മീനിങ്ലെസ് ഡേറ്റ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഡേറ്റകളാണ് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുന്നത്. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതോ ദൂഷ്യങ്ങളാണോ കൂടുതലുള്ളത്? നമ്മൾ ചിന്തിക്കണം. ഓക്സ്ഫോർഡ് ഡിക്ഷണറി 2024 വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്ത ഒരു വാക്കുണ്ട്, ബ്രെയിൻ റോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊബൈലിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദൂഷ്യമാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. എന്താണ് ഈ റോട്ട് എന്ന വാക്കിന്റെ അർത്ഥം? ചീയുക, നശിച്ചു പോവുക എന്നൊക്കെയാണ്. നമ്മൾ ഈ ചെയ്യുന്ന മൊബൈലിൽ ആവശ്യമില്ലാതെ എപ്പോഴും ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മുടെ ബ്രെയിനിനുണ്ടാകുന്ന ഡാമേജ് ആണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ബ്രെയിൻ റോട്ട് സംഭവിക്കുന്നത്? മൊബൈലിൽ നമ്മൾ എപ്പോഴും പലതരത്തിലുള്ള ഡേറ്റകൾക്ക് വേണ്ടിയിട്ട് സ്ക്രോൾ ചെയ്യുകയായിരിക്കും അല്ലെ. അത് ചിലപ്പോൾ യൂട്യൂബിലാകാം, ഇൻസ്റ്റയിലായിരിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിരിക്കാം. എന്തിൽ തന്നെ ആയാലും നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ ഡേറ്റകൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ ഈ സ്ക്രോളിങ് ഒരു ബിഹേവിയറൽ അഡിക്ഷൻ ആയിട്ട് മാറും. നമുക്ക് ഇങ്ങനെ ഈ ഫോണിൽ തോണ്ടാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തെ നമ്മൾ കൊണ്ടുവന്നെത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതൊരു അഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്നും ഡോപ്പമിന്റെ റിലീസ് ഉണ്ടാവുകയാണ്. അതിൽ നിന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഡേറ്റകൾ, ഒരുപാട് ഇൻഫർമേഷൻ ആണ് നമ്മളിങ്ങനെ ഓടിച്ചു വിടുമ്പോൾ നമുക്കറിയാം പല കാര്യങ്ങളും നമ്മൾ കേൾക്കും, പലതിലും അധികം ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ പോലും ഒരുപാട് ഇൻഫർമേഷൻസ് ആണ്. അങ്ങനെ ഒരു ഇൻഫർമേഷന്റെ ഓവർലോഡ് സംഭവിക്കുകയാണ് നമ്മുടെ ബ്രെയിനിലേക്ക്. നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് ഓവർലോഡ് കൊടുക്കുകയാണ്. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഡേറ്റ, അതിൽ തന്നെ നല്ലൊരു ശതമാനവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ബ്രെയിനിലേക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ബ്രെയിനിന്റെ വർക്ക് ലോഡ് കൂടും. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കുറയും. അത് നമ്മളുടെ ദൈനംദിന പ്രവർത്തനത്തെയും നമ്മളുടെ പ്രവർത്തന മേഖലകളെയും എല്ലാം തന്നെ സാരമായിട്ട് ബാധിക്കും. ഈ മൊബൈലിന്റെ അമിതമായിട്ടുള്ള യൂസ് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പോലും ആകെ ഒരു ക്ഷീണവും അവശതയും ഒക്കെ തോന്നുന്നത്. നമുക്ക് ആകെപ്പാടെ മൊത്തത്തിൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. നമ്മുടെ ഒരു മെന്റൽ ഫോഗിനെസ്സിലേക്കൊക്കെ ലീഡ് ചെയ്യാനായിട്ട് അത് കാരണമായിട്ട് തീരും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും. നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ, ഒരു പ്രശ്നം ഉണ്ടായാൽ അല്ലെ ഒരു കാര്യത്തെ എങ്ങനെ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് കുറയും. ബ്രെയിൻ റോട്ട് നമ്മളുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ സാരമായിട്ട് ബാധിക്കും. നമ്മൾക്ക് അറ്റൻഷൻ, ശ്രദ്ധ ഒരു കാര്യത്തിലും കേന്ദ്രീകരിക്കാനായിട്ട് കഴിയാതെ വരിക. അതുപോലെ തന്നെ നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയെ ബാധിക്കും. നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള നമ്മളുടെ സ്കില്ലിനെ ബാധിക്കും. അങ്ങനെ നമ്മുടെ ലൈഫിൽ നന്നായി നമ്മൾ വർക്ക് ചെയ്യേണ്ട എല്ലാ മേഖലകളെയും ബാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കാര്യവും റീകോൾ ചെയ്യാനായിട്ട്, മറവി വളരെ ചെറുപ്പത്തിൽ തന്നെ ബാധിക്കും. ഇങ്ങനെ നമ്മുടെ ലൈഫിനെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു അവസ്ഥയായിട്ട് ഈ ബ്രെയിൻ റോട്ട് മാറുകയാണ്. ഇന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തൊക്കെയാണ് ഈ ബ്രെയിൻ റോട്ടിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്, സ്ക്രോളിങ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന, അതോടൊപ്പം ചില വ്യക്തികൾ ഗെയിംസിനൊക്കെ അടിമകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അഡിക്ഷൻ, ഗെയിംസിനൊക്കെ അഡിക്ഷൻ ആണെങ്കിൽ അതും ഈ ബ്രെയിൻ റോട്ടിലേക്ക് ലീഡ് ചെയ്യും. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്നത്? ചില വ്യക്തികൾ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അവർ സെർച്ച് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളെ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ, എവിടെ എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് യുദ്ധം, എവിടെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള അകൃത്യങ്ങളെല്ലാം നടന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം സെർച്ച് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ദൂഷ്യം എന്ന് പറഞ്ഞാൽ ലൈഫിൽ എല്ലാ മേഖലകളിലും ചിന്തകളും വാക്കുകളും പ്രവൃത്തിയും എല്ലാം നെഗറ്റീവായിട്ട് മാറും. ഇതും ബ്രെയിൻ റോട്ടിലേക്ക് ലീഡ് ചെയ്യും. ഇനി എങ്ങനെ നമുക്ക് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതെ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാമെന്ന് നോക്കാം. ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാഹചര്യം അല്ലെ സാധനത്തെ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സാധാരണ പറയും ആൽക്കഹോൾ അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ സ്മോക്കിംഗ് ആണ്. ഇതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ എന്താണ്? എന്താണോ നമുക്ക് അഡിക്ഷൻ അല്ലെ നാശത്തിന് കാരണമായിട്ടുള്ള വസ്തു, അതിനെ ഉപയോഗം പരമാവധി കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് മൊബൈലിൽ എപ്പോഴും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലം മാറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല. അവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സ്ലോലി അതിന്റെ ആ ഒരു സമയം നമ്മൾ അവിടെ ചെലവഴിക്കുന്ന സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്ന
ചെയ്യുന്ന സമയം കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഒരു ദിവസം നമ്മൾ എത്ര സമയം ഈ മൊബൈലിൽ അല്ലെ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നുണ്ട് എന്ന് ആദ്യം കണ്ടെത്തുക. പലപ്പോഴും പല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയുമ്പോഴും, അല്ലെങ്കിൽ ഇപ്പൊ യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ആളുകൾ പലപ്പോഴും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നേരെ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ നേരമൊക്കെ എവിടെയാണ് പോകുന്നത്? നമ്മളുടെ സമയത്തിന്റെ ഏറിയ പങ്ക് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഈ സ്ക്രോളിങ്ങിലാണ്. അത് എത്രത്തോളം നമ്മൾ ഒരു ദിവസം അവിടെ ചെലവഴിക്കുന്നു എന്ന് നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കണ്ടെത്തണം. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഫോണ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എടുക്കുന്നു, ഒരു അലാം സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നോക്കുക എപ്പോഴാണ് നിങ്ങൾ ഫോൺ താഴെ വെക്കുന്നത് എന്ന് അറിയുമ്പോൾ ആ ഒരു സമയം നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം. അങ്ങനെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് നിങ്ങൾ മൊബൈൽ എടുക്കുന്നത് മുതൽ ആ മൊബൈൽ താഴെ വെക്കുന്നത് വരെയുള്ള സമയങ്ങൾ നിങ്ങൾ വെച്ചതിന് ശേഷം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവുകയുള്ളൂ എത്രത്തോളം സമയമാണ് നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ആവശ്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പോലെ അല്ല, അനാവശ്യമായിട്ട് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയി സമയം കളയുന്നത്. ഇനി അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പരമാവധി ഇതിന്റെ ഉപയോഗം കുറയ്ക്കുക. അതും വളരെ പടിപടിയായിട്ട് നമുക്ക് ഒരു അഡിക്ഷൻ ഉണ്ടായെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. നേരത്തെ നമ്മൾ മൊബൈലിൽ അലാം സെറ്റ് ചെയ്തതുപോലെ ഇവിടെയും നമുക്ക് എപ്പോഴും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് ഒരു അലാം സെറ്റ് ചെയ്യുക. ഈ 15 മിനിറ്റിൽ എന്ത് സംഭവിച്ചാലും ഞാൻ ഫോൺ എടുക്കില്ല എന്നൊരു തീരുമാനം എടുക്കുക. ഫോൺ നമ്മളുടെ കൺമുമ്പിൽ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്കൊരു ടെൻഡൻസി അല്ലെ ഒന്ന് എടുത്ത് നോക്കിയേക്കാം എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, എന്തൊക്കെ അപ്ഡേഷൻസ് ഉണ്ട് എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു താല്പര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു 15 മിനിറ്റ് ഫോൺ നിങ്ങളുടെ കൈ എത്തുന്നിടത്ത് നിങ്ങൾ മാറ്റി വെക്കുക. ആ ഒരു 15 മിനിറ്റ് നിങ്ങൾ ഫോൺ നോക്കിയില്ല എങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ആ സമയം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആകാൻ ശ്രമിക്കുക. ലൈഫ് വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെലവഴിച്ചിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഒന്നും നമുക്ക് നേടാൻ സാധിച്ചില്ല, അല്ലെ ആകെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവും നമുക്ക് വേണം എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അതുപോലെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിവസത്തേക്ക് മാത്രം ടാർഗറ്റ് ചെയ്യുക. ഇനി ബ്രെയിൻ റോട്ട് എന്നൊരു കണ്ടീഷനെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇനി മൊബൈലിൽ തൊടുന്നേ ഇല്ല എന്നും നമ്മൾ തീരുമാനിച്ചാൽ നമുക്കതൊരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിന്റെ ഒരു ദൂഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ മൊബൈൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കുറച്ച് സമയം ഒഴിവാക്കിയെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു അഡിക്ഷൻ കാരണം പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് സമയം യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ നിങ്ങൾ സമയം ഇത് ചെയ്യുക. ഒരു 15 മിനിറ്റത്തേക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് കരുതുക. വീണ്ടും നിങ്ങൾ അതിന്റെ സമയം കൂട്ടി കൊണ്ടുവരിക, മൊബൈൽ യൂസ് ചെയ്യുന്ന സമയം. അതിനുശേഷം അടുത്ത ദിവസം അത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഒരു 1 വീക്ക് എങ്കിലും നിങ്ങൾ കുറഞ്ഞത് മൊബൈലിന്റെ ഉപയോഗം കുറച്ച് 15 മിനിറ്റ് എന്നുള്ളത് അരമണിക്കൂർ ആക്കുക, 3/4 മണിക്കൂർ ആക്കുക. അങ്ങനെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്ന് ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ച് വരുന്നു എന്ന്, അല്ലെ നിങ്ങൾക്ക് എത്രത്തോളം സമയം ലാഭിക്കാൻ സാധിക്കുന്നു, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നമുക്കൊരു മാറ്റം സംഭവിക്കുന്നു എന്ന് തോന്നുന്നു എങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു ശീലം കണ്ടിന്യൂ ചെയ്യുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം മാത്രമേ ഉള്ളൂ. ഫോണിന്റെ അഡിക്ഷൻ നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുതരാനായിട്ട് അത് സഹായിക്കും. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക. എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ള ചിന്ത വരുമ്പോഴാണ് കുറച്ചു നേരം ഇത് നോക്കാമെന്നുള്ള ചിന്ത വരുന്നത്, അല്ലെ? ചെയ്യാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് ലക്ഷ്യങ്ങളും ഉണ്ട് എങ്കിൽ അനാവശ്യമായിട്ട് നമുക്ക് ഫോണിൽ ഇരിക്കാൻ നേരം ഉണ്ടാകില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാവുക. നമ്മളെ തന്നെ കോമ്പീറ്റ് ചെയ്തുകൊണ്ട്, ചലഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുക, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ, ബ്രെയിനിന്റെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മളായിട്ട് നമ്മളുടെ നാശത്തിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. ഇനി അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഫോണിൽ കഴിവതും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അത് പരമാവധി നമ്മൾ ഓഫ് ആക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ എടുത്ത് നോക്കുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ അത് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ചില ആപ്പുകളാണ്. ചിലർക്ക് ഇൻസ്റ്റ എന്ന് പറയുന്നത് അഡിക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ FB. ഇപ്പൊ എന്താണോ നമ്മളുടെ സമയം, നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഏത് ഇതാണോ, പ്ലാറ്റ്ഫോം ആണോ എന്ന് തിരിച്ചറിയുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ധൈര്യപൂർവ്വം ആ ഒരു ആപ്പിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഇൻസ്റ്റയിൽ കയറിയില്ലേലും FB കയറിയില്ലേലും ഈ ലോകത്തോ നമ്മുടെ ചുറ്റിനും ഒന്നും ഒരു മാറ്റവും സംഭവിക്കില്ല. നമ്മുടെ ജീവിതത്തിലും മോശമായിട്ടുള്ള ഒരു കാര്യവും സംഭവിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആ ഒരു ഇതിനെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഫോൺ എടുക്കാനായിട്ടുള്ള ആ ഒരു താല്പര്യം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതിന് നമുക്ക് ആകെ വേണ്ടത് ഒരു കാര്യം, അല്പം
ധൈര്യം മാത്രമാണ്, മനോധൈര്യം. അതുപോലെ തന്നെ നമുക്കത് ചെയ്യാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസവും ഉണ്ട് എങ്കിൽ ഇതൊക്കെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത്. മൊബൈലിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആ ഒരു നേരം നമ്മൾ പുറമെ കാണുന്ന വ്യക്തികളോടൊക്കെ സംസാരിക്കാനും അല്ലെ സുഹൃത്തുക്കളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ്, അതും അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോസിറ്റീവും ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻസ് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നല്ലൊരു സന്തോഷവും എല്ലാം നമുക്ക് ഒരു കോൺഫിഡൻസും ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇനി ആവശ്യമില്ലാതെ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്രെയിൻ റോട്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. നമ്മളുടെ ആരോഗ്യത്തിന് നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.